السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് എന്ന സഹാബിയുടെ അടുക്കിലേക്ക് ഖുറാസാൻ എന്ന പ്രദേശത്ത് നിന്ന് ഒരു വ്യക്തി അദ്ദേഹത്തെ കാണാൻ വരികയാണ്. വളരെ ദൂരം യാത്ര ചെയ്ത് അദ്ദേഹം കടന്നു വന്നതിൻ്റെ ഉദ്ദേശം ഒരു മസ്അല ചോദിക്കാനാണ്. അസ്അലുക അൻ മസ്അലത്തിൻ, അദ്ദേഹം ചോദിച്ചു, എനിക്ക് നിങ്ങളോടൊരു മസ്അല ചോദിക്കാനുണ്ട്. ഖാല, അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസൽ, നിങ്ങൾ ചോദിച്ചോളൂ. ആഗതൻ പറഞ്ഞു, മത്താ യജിദുൽ അബ്ദു തുഅമർ റാഹ, ഒരടിമ അയാൾക്ക് എപ്പോഴാണ് ഒരു വിശ്രമത്തിൻ്റെ, ഒരു റെസ്റ്റ് എടുത്തതിൻ്റെ സുഖം, ഒരു റെസ്റ്റിൻ്റെ സുഖം എപ്പോഴാണ് അയാൾക്ക് ലഭിക്കുക? അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തു, ഇൻദ അവ്വലി ഖദമിൻ യളഉഹാ ഫിൽ ജന്ന, സ്വർഗത്തിലേക്ക് അയാളുടെ ആദ്യത്തെ കാൽപാദം എടുത്തു വെച്ചാൽ അവിടെ മുതൽക്ക് അയാൾക്ക് സുഖത്തിൻ്റെയും സമാധാനത്തിൻ്റെയും റെസ്റ്റ് എടുക്കുന്നതിൻ്റെയും ഒക്കെ ഒരു അനുഭവം അവിടെ മുതൽക്ക് അയാൾക്ക് ലഭിക്കും എന്നാണ്. ഞാനിത് ആമുഖമായി പറയാൻ കാരണം, അള്ളാഹു നമുക്ക് നൽകിയ ഈ ജീവിതം മരിക്കുന്നതുവരെയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ നമുക്ക് പറഞ്ഞു തന്ന, കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും അവൻ വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തിക്കൊണ്ട് തഖ്വയുള്ള വിശ്വാസിയായി ജീവിച്ചു മരിക്കുവാൻ വേണ്ടി നമുക്ക് പ്രചോദനം നൽകാൻ വേണ്ടിയാണ് ഇത് ആമുഖമായി പറഞ്ഞത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റെസ്റ്റില്ല, നമുക്ക് സുദീർഘമായി ഉറങ്ങാൻ അവസരമില്ല, നമുക്ക് സുദീർഘമായി മറ്റൊന്നും ചിന്തിക്കാതെ വേറൊരു കാര്യത്തെക്കുറിച്ചും യാതൊരു ആലോചനയുമില്ലാതെ നമുക്ക് തൊഴിൽ മേഖലകളിൽ സജീവമാകാൻ പറ്റില്ല. കാരണം നമുക്ക് റബ്ബിനോട് ചില കടമകളുണ്ട്. ആ കടമകൾ നിർവഹിച്ച് അങ്ങനെ ജീവിച്ചു മരിക്കുക എന്നതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായ വഴി. പരിശുദ്ധ ഖുർആനിലൂടെ എല്ലാ പ്രസംഗങ്ങളുടെയും തുടക്കത്തിൽ നമ്മൾ കേൾക്കുന്ന പരിശുദ്ധ ഖുർആനിലെ ഒരു ഉപദേശമുണ്ട്. എന്താണത്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. വിശ്വാസികളായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്. അള്ളാഹു നമുക്ക് നൽകുന്ന ശക്തമായ വസിയ്യത്താണ്. ആ വസിയ്യത്ത് പാലിക്കണമെങ്കിൽ ജീവിതത്തിൽ കുറേയേറെ പ്രയാസങ്ങളൊക്കെ സഹിക്കണം. പരീക്ഷണങ്ങൾ കടന്നു വരും. മക്കളിലൂടെ, ഭാര്യയിലൂടെ, ഭർത്താവിലൂടെ, സന്താനങ്ങളിലൂടെ. ഈ പരീക്ഷണങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട് അവിടെയെല്ലാം ക്ഷമയും സഹനവും അവലംബിച്ച് സ്വർഗത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കടമ്പയാണ്. ആ കടമ്പ കടന്ന് കിട്ടുന്നവർക്കാണ് സ്വർഗമുള്ളത്. وسيق الذين اتقوا ربهم إلى الجنة زمرا
ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. മലക്കുകൾ കടന്നു വന്ന് നമുക്ക് കൈതന്ന് നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി കടന്നു കയറാം, സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് പ്രവേശിക്കാമെന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് നമ്മുടെ കൈയും പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നൊരു രംഗം. അതിനുവേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ അതിനു മുന്നോടിയായി പടച്ച റബ്ബ് നമുക്ക് നൽകിയ ഈ ജീവിതം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിപൂർണമായും സമർപ്പിച്ച് തിന്മകളിൽ നിന്നുമൊക്കെ അകന്നു നിന്ന് നന്മകൾ ചെയ്യുമ്പോൾ മാത്രമാണ് ആ സ്വർഗം നമുക്ക് ലഭിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വശംസി വദുഹാഹാ വൽ ഖമരി ഇദാ തലാഹാ എന്ന് തുടങ്ങി സൂറത്തുൽ ശംസിന്റെ തുടക്കത്തിൽ അല്ലാഹു പറയുന്ന ഒരു കാര്യമുണ്ട്. വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. അള്ളാഹു മനസ്സിനെ തന്ന രീതിയെക്കുറിച്ച്, മനസ്സിനെ സംവിധാനിച്ച് തന്നതിനെക്കുറിച്ച്, ആത്മാവിനെ സംവിധാനിച്ച് തന്ന അതിനെ സന്നിവേശിപ്പിച്ച രീതിയെ സംബന്ധിച്ച് അള്ളാഹു ആണയിട്ടുകൊണ്ട് പറയുന്നുണ്ട്. ആ സൂക്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹു പറയുകയാണ്, ആ മനസ്സിനെ ഖദ് അഫ്ലഹ മൻ സക്കാഹാ, അതിനെ പരിശുദ്ധിപ്പെടുത്തിയവൻ, അതിനെ എല്ലാ തിന്മകളിൽ നിന്നുമൊക്കെ അകറ്റി നിർത്തി അള്ളാഹു പറഞ്ഞതുപോലെ സ്ഫുടം ചെയ്തെടുത്ത മനസ്സുമായിട്ട് മരിച്ചു പോകാൻ അവസരം ലഭിച്ചവൻ, അവൻ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹാ, എന്നാൽ അതിനെ കളങ്കപ്പെടുത്തിയവൻ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സിൻ്റെ വിശുദ്ധി, മാനസികമായ സംസ്കരണം, ഇത് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പ്രധാന ആശയമാണ്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. പ്രവാചകന്റെ നിയോഗത്തെക്കുറിച്ച് അല്ലാഹു സൂറത്തുൽ ജുമുഅയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട്. യുസക്കീഹിം, അവരെ സംസ്കരിപ്പിക്കാൻ വേണ്ടിയാണ് കടന്നു വന്നത്. ആരെ? മക്കാ മുശ്രിക്കുകളെ മാത്രമല്ല, അറബികളെ മാത്രമല്ല, ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന, അതിനു വേണ്ടിയിട്ട് തയ്യാറാകുന്ന മുഴുവൻ ആളുകളെയും സംസ്കരിപ്പിക്കാൻ. യാതൊരു നിലയ്ക്കും തെറ്റുകളും തിന്മകളും എന്താണ്, അത് ചെയ്താലുള്ള അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് ബോധവുമില്ലാതെ ജീവിക്കുന്ന ആളുകളിലേക്ക് കടന്നു വന്നുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ദൗത്യത്തെക്കുറിച്ച് പറയുന്നത്. വിശ്വാസിനികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലൂടെ എത്രയോ തവണ ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമാണ് ഇത്തഖുല്ലാ. നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. ഇത് ഏതെങ്കിലും സിഗരറ്റിൻ്റെ കവറിൽ ഇങ്ങനെ ആ സിഗരറ്റ് വലിച്ചാൽ അത് ശരീരത്തിന് ഹാനികരമാണെന്നിങ്ങനെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ എഴുതി വെക്കുന്നത് പോലെയുള്ളൊരു ഡയലോഗായി അതൊക്കെ വായിച്ചിട്ടും ആളുകൾ അതൊക്കെ വലിച്ച് ശരീരത്തിൻ്റെ ആരോഗ്യം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ ഇത്തഖുല്ലാ എന്ന് പറയുമ്പോൾ, അള്ളാഹിനെ സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ കേവലം സില്ലിയായി, തമാശയായി, ഗൗരവമില്ലാതെ അങ്ങനെ ജീവിക്കാൻ വേണ്ടിയാണോ? അല്ല, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്ന രാജാവ്, ആ ഖലീഫ, അദ്ദേഹം ഒരിക്കൽ മദീനത്തേക്ക് കടന്നു വന്ന സന്ദർഭത്തിൽ അദ്ദേഹം ചോദിച്ചു, ഹൽ യൂജദു ഹുനാ റജുലുൻ അദ്റക അഹദൻ മിനസ് സ്വഹാബ, സ്വഹാബിമാരെ കണ്ട ആരെങ്കിലും ഈ പ്രദേശത്തെങ്ങാനും ജീവിച്ചിരിപ്പുണ്ടോ? ആ സമയത്ത് നഅം, അബൂ ഹാസിം എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞു. താബിഈയാണ്. ഫഖദിമ അബൂ ഹാസിമുൽ ആബിദ് അലാ സുലൈമാൻ. അങ്ങനെ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്കിൻ്റെ അടുക്കലേക്ക് അബൂ ഹാസിം എന്ന് പറയുന്ന സാത്വികനായ താബിഈയായ ഈ വ്യക്തി കടന്നു വരികയാണ്. ഫഖാല സുലൈമാൻ ലി അബി ഹാസിം, അബൂ ഹാസിമിനോട് സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് എന്ന അമവി ഭരണകൂടത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരി
ചോദിക്കുകയാണ്, യാ അബാ ഹാസിം മാ ലനാ നക്റഹുൽ മൗത്ത്. ഒന്നാമത്തെ ചോദ്യം, ഖലീഫയുടെ ചോദ്യം, അബൂ ഹാസിം നമ്മൾ എന്താണ് മരണത്തെ ഇഷ്ടപ്പെടാത്തത്, നമ്മൾ എന്താണ് മരണത്തെ വെറുത്തു പോകുന്നത്, അതിന് മറുപടി തരണം. ഖാല ഇന്നക്കും അമ്മർതുമുദ് ദുനിയ വഖറബതുമുൽ ആഖിറ. അതിൻ്റെ കാരണം ഒറ്റ ഒന്നാണ്, അഥവാ നിങ്ങളൊക്കെ ദുനിയാവ് പടുത്തുയർത്താൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. പരലോകത്തെ നിങ്ങൾ നശിപ്പിക്കുകയാണ്, പരലോകത്തെ നിങ്ങൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്, ദുനിയാവിനെ നിങ്ങൾ വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കാത്തത്. ഫഅന്തും ലാ തുരീദൂന അൻ തഖ്റുജൂ മിനൽ ഉംറാൻ ഇലൽ ഖറാബ്. അങ്ങനെ നിങ്ങൾ പടുത്തുയർത്തിയ ഈ ദുനിയാവിൻ്റെ കോട്ടകൊത്തളങ്ങളിൽ നിന്ന് നിങ്ങളായിട്ട് നശിപ്പിച്ച് ഒന്നുമില്ലാതാക്കി കളഞ്ഞ പരലോകത്തേക്ക് പോകാൻ നിങ്ങൾ കൊതിക്കുന്നില്ല. അതാണ് അതിൻ്റെ കാരണമെന്നാണ്. യാ അബാ ഹാസിം മാ ലനാ ഇൻദല്ലാഹ്. റബ്ബിൻ്റെ അടുക്കൽ നമുക്കുള്ള സ്ഥാനം എന്താണ്, റബ്ബിൻ്റെ അടുക്കൽ നമുക്കുള്ള സ്ഥാനം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഉറുദ് നഫ്സക അലാ കലാമില്ലാ. അതെന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ല, പരിശുദ്ധ ഖുർആൻ നിവർത്തുക. ആ നിവർത്തിയ ഖുർആനിൻ്റെ മുന്നിൽ നിന്റെ മനസ്സിനെ നീ സമർപ്പിക്കുക. എന്നിട്ട് ആ ചോദ്യം നീ ഖുർആനിൻ്റെ മുന്നിൽ ചോദിക്കുക. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് വീണ്ടും ചോദിച്ചു, വഅൈന അജ്ദു ഹാദാ വഅൈന അജ്ദു ഹാദാ ഉറുദ് നഫ്സക അലാ കലാമില്ലാ. അള്ളാഹുവിൻ്റെ കലാമിൻ്റെ മുന്നിൽ നീ ഈ ചോദ്യം അവതരിപ്പിക്കുക. അദ്ദേഹം ചോദിച്ചു, എനിക്കത് എവിടെ കണ്ടെത്താൻ കഴിയും, ഏതായത്തിൽ എനിക്കതിന് മറുപടി കിട്ടും? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ ഒരു വചനമുണ്ട്, ഇന്നൽ അബ്റാറ ലഫീ നഈം വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. തീർച്ചയായും പുണ്യവാന്മാർ അവർ സുഹൃതത്തിലാണ്, സന്തോഷത്തിലാണ്, അനുഗ്രഹത്തിലാണ്. വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. എന്നാൽ തെമ്മാടികൾ, താന്തോന്നികൾ അവർ കത്തിയെരിയുന്ന നരകത്തിലുമാണ്. ഈ ആയത്തിലെല്ലാ മറുപടിയുമുണ്ട്. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് വിടുന്നില്ല, ചോദിക്കുന്ന അടുത്ത ചോദ്യം, വഅൈന അജ്ദു ഹാദാ. അതിനുശേഷം അദ്ദേഹം ചോദിക്കും, ഫഅൈന റഹ്മത്തുല്ലാഹ്. അള്ളാഹുവിൻ്റെ കാരുണ്യം അതെനിക്ക് എവിടെ ദർശിക്കാൻ സാധിക്കും, അള്ളാഹുവിൻ്റെ കാരുണ്യം എനിക്കത് എവിടെ കിട്ടുമെന്നാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. സുഹൃതവാന്മാർക്ക് വളരെ സമീപമാണ്, വളരെ അടുത്തു തന്നെ റബ്ബിൻ്റെ കാരുണ്യമുണ്ട്, തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട് എന്നാണ്. യാ അബാ ഹാസിം ഫകൈഫ ഖുദൂമുനാ അലല്ലാഹ്. റബ്ബിൻ്റെ കോടതിയിൽ, പടച്ച റബ്ബിൻ്റെ വിചാരണയുടെ നാളിൽ നമ്മളൊക്കെ എങ്ങനെയായിരിക്കും റബ്ബിൻ്റെ അടുക്കലേക്ക് ചെല്ലുക, അതിനെക്കുറിച്ചൊന്ന് വിവരിച്ചു തരാമോ? അദ്ദേഹം പറയുകയാണ്, എന്താണതിന് താമസം, എന്താണതിന് പ്രയാസം? അമ്മൽ മുഹ്സിൻ, സുഹൃതം ചെയ്ത് ജീവിക്കുന്നവൻ, ഫയഖ്ദിമു അലല്ലാഹി ഖുദൂമൽ ഗായിബി അലാ അഹ്ലിഹി ഫറഹാ. കുറേ നാളുകൾക്ക് ശേഷം വീട്ടിലേക്ക് കടന്നു വരുന്ന ആ വീട്ടുകാരൻ തൻ്റെ കുടുംബക്കാരെ കാണാനായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് കടന്നു വരുന്നത് പോലെ അതേ സന്തോഷത്തിൽ അയാൾക്ക് പരലോകത്തേക്ക് കടന്നു വരാം. അങ്ങനെയുള്ള സ്വീകരണം അയാൾക്ക് ലഭിക്കും. രണ്ടാമത് പറയുകയാണ്, അമ്മൽ മുസീഅ്, തെറ്റുകൾ ചെയ്ത് ദ്രോഹങ്ങൾ പ്രവർത്തിച്ചവൻ റബ്ബിൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണെന്നറിയുമോ? യജമാനൻ്റെ അടുക്കലിൽ നിന്നും, മുതലാളിയുടെ അടുക്കലിൽ നിന്നും ഓടിപ്പോയ അടിമയെ പിടിച്ചുകെട്ടി തിരിച്ചു കൊണ്ടുവരുന്നത് പോലെ അത്രയും ഭയപ്പാടോടെ, ഒരിക്കലും വരാൻ ആഗ്രഹിച്ചിട്ടില്ലാത്ത സ്ഥലത്തേക്ക് തിരിച്ചു വരുന്ന ആ സന്ദർഭത്തിൽ അയാളുടെ മനസ്സിലുണ്ടാകുന്ന വികാരം എന്തായിരിക്കും? അതുപോലെയായിരിക്കും അയാൾക്ക് പടച്ചോൻ്റെ അടുക്കൽ ഉണ്ടാകുന്ന സ്ഥാനം. എന്ത് വ്യക്തമാണ് സഹോദരങ്ങളെ, എന്ത് കൃത്യമാണ്. പരലോകത്ത് നമ്മൾ വിജയിക്കണം. വിജയിക്കുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കൃത്യമായി പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് സഹോദരങ്ങളെ, ഒരു യാഥാർത്ഥ്യമാണ്. അതിനെന്താ വേണ്ടത്? തിന്മകളിൽ നിന്ന് നമ്മൾ ആദ്യം അകന്നു നിൽക്കണം. സർവത്ര തിന്മകളാണ്. തിന്മകളില്ലാത്ത ഒരു ദിവസം, ഒരു പകൽ, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് നമ്മുടെ മുന്നിലില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ് മുതൽ എല്ലാം തിന്മകളുടെ അതിപ്രസരമാണ്. ഒരു സാഗരം പോലെ നമ്മുടെ ഇടയിലേക്ക് അത് കടന്നു വരികയാണ്. എങ്ങനെയാണ് ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക എന്നുള്ള ഒരു ചിന്ത നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം സഹോദരങ്ങളെ. തിന്മകൾ പരലോകത്ത് ദുൽമുകൾ, അക്രമങ്ങൾ, അതിക്രമങ്ങൾ, ഷിർക്കും കുഫറും അതിൻ്റെ താഴെ നിൽക്കുന്ന ഫുസൂഖും ഇസ്യാനും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരലോകത്ത് നമുക്കത് കൂരാക്കൂരിരുട്ടായിരിക്കുമെന്നാണ്. ഈ ദുനിയാവിൽ നമ്മളത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം
പടച്ചറപ്പിൻ്റെ കണ്ണ് വെട്ടിച്ച് ഞാൻ ഇന്നത് കണ്ടു, കേട്ടു, അറിഞ്ഞു, പോയി, നടന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം അതൊരിക്കലും പരലോകത്ത് നമുക്ക് അനുകൂലമായി ഉണ്ടാവുകയില്ല. എല്ലാം കൂരിരുട്ടുകളായിട്ട് തിരിച്ചടിക്കുമെന്നതാണ്. തിന്മകളെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുള്ളയോട് ഒരാൾ ചോദിക്കുകയാണ്, അന്നി അബീതു മുആഫൻ, ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ ആരോഗ്യത്തോടു കൂടി കിടന്നുറങ്ങും. വഹിബ്ബു ഖിയാമൽ ലൈൽ, രാത്രി എണീറ്റ് നമസ്കരിക്കണമെന്ന ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടാകും. വഉഇദ്ദു തുഹൂരി, അങ്ങനെ ഞാൻ ശുദ്ധിയായി വുളുവൊക്കെ എടുത്ത് തന്നെയാണ് കിടന്നുറങ്ങുന്നത്. ഫമാ ബാലി ലാ അഖൂമു, പക്ഷെ എന്നാലും എനിക്ക് രാത്രി എണീക്കാൻ സാധിക്കുന്നില്ല. രാത്രി എണീക്കാൻ സാധിക്കുന്നില്ല. എന്തിന്? രാത്രി എണീറ്റ് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്, ഞാൻ ഒരുങ്ങുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. ഹസനുൽ ബസ്രി ഇമാം പറഞ്ഞെന്തറിയോ? ഖയ്യദത്ക ദുനൂബുക എന്നാണ്. നിന്റെ പാപങ്ങൾ നിന്നെ കെട്ടിയിട്ടിരിക്കുകയാണ്. നീ പകൽ വേളകളിൽ രാത്രിയുടെ യാമങ്ങളിൽ നീ ചെയ്യുന്ന പാപങ്ങൾ അത് മുഖേന നിനക്കെണീക്കാൻ കഴിയില്ല എന്നാണ് മഹാനായ ഹസനുൽ ബസ്രി ഇമാം പറഞ്ഞു തന്നിട്ടുള്ളത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയുന്നുണ്ട്, അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, മാലനാ ലാ നസ്തതിഉ ഖിയാമൽ ലൈൽ, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റാത്തത്? അദ്ദേഹം പറഞ്ഞു അബഅത്തുക്കും ദുനൂബുക്കും, നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളെ അതിൽ നിന്നും അകറ്റി നിർത്തിയിരിക്കുകയാണ്. പാപപങ്കിലമായ മനസ്സുമായിട്ട് കിടന്നുറങ്ങിയിട്ട് രാത്രി എണീറ്റ് നമസ്കരിക്കണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് ആദ്യം നമ്മൾ മാറി നിൽക്കണം. ഒരു തഖ്വയുള്ളൊരു മനുഷ്യൻ, അയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങൾ, അല്ലാഹു ഒരു കാര്യം വിലക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊരു നന്മയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു നന്മയും അതിലില്ല. വ്യഭിചാരത്തിലില്ല, പലിശയിലില്ല, മദ്യപാനത്തിലില്ല, അതുപോലെയുള്ള തോന്നിവാസങ്ങളിൽ ഒന്നും തന്നെ ഒരു നന്മയും, നമുക്ക് ഒരു തരിമ്പ് നന്മ പോലും അതിലൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അള്ളാഹു നമുക്കത് വിലക്കിയിട്ടുള്ളത്. അതിൽ നിന്ന് സമ്പൂർണ്ണമായും മാറണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൽപ്പിച്ച കാര്യങ്ങൾ നമ്മളെ കൊണ്ടാകുന്നത് പോലെ നമ്മളത് നിർവഹിക്കണം എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും കേട്ട ഒരു ഹദീസ് അല്ലെങ്കിൽ ഒരു ചരിത്രമുണ്ട്. പ്രവാചകൻ പറഞ്ഞല്ലോ, പരലോകത്ത് ഒരു സംഘം ആളുകൾ കടന്നു വരും. യുജാഉന അഖ്വാമുൻ യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ ചില ആളുകൾ അല്ലെങ്കിൽ ചില വിഭാഗങ്ങൾ കടന്നു വരുമെന്നാണ്. അവരുടെ കയ്യിൽ അവർ പാപ്പരായി വന്നവരല്ല, ദുനിയാവിൽ കുറേ നന്മകളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ കണക്കും പത്രാസുമായിട്ട് കടന്നു വരുന്നവരാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, തിഹാമ പർവ്വതത്തിൻ്റെ സമാനമായ നന്മകൾ അവരുടെ കയ്യിലുണ്ട് എന്നാണ്. പക്ഷേ ഒന്നുപോലും അള്ളാഹു എടുക്കുന്നില്ല, ഒന്നുപോലും പടച്ചുറപ്പ് സ്വീകരിക്കുന്നില്ല. ശിർക്ക് ചെയ്തിട്ടാണോ? അല്ല. കുഫ്ർ ചെയ്തിട്ടാണോ? അല്ല. ഇതൊന്നുമല്ല. പിന്നെയോ പാപങ്ങൾ ഏതുപോലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖലൗ മിൻ മഹാരിമില്ല ഇൻതഹകൂ ബിഹാ എന്നാണ്. ഇദാ ഖലൗ മിൻ മഹാരിമില്ല ഇൻതഹകൂ ബിഹാ, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ സൗകര്യപ്പെട്ട് കിട്ടിയാൽ അല്ലാഹു വിലക്കിയതെല്ലാം കാറ്റിൽ പറത്തും അവർ. ആളുകൾ കാണാതെ, മറ്റുള്ളവരുടെ ശ്രദ്ധ പതിയാതെ, മറ്റുള്ളവരുടെ ദൃഷ്ടി പതിയാതിരിക്കുന്ന സന്ദർഭങ്ങളിൽ അവർ തെറ്റുകൾ ചെയ്യാൻ മുതിരുന്നവരാണ്. അതുകൊണ്ടാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നമ്മളൊക്കെ റബ്ബിനോട് കാവൽ ചോദിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രൊട്ടക്ഷൻ ചോദിക്കണം, തഖ്വയോടുകൂടി ജീവിക്കാനുള്ള ഒരവസ്ഥ റബ്ബേ എനിക്ക് സമ്മാനിക്കാൻ. അതുകൊണ്ടാണ് റസൂലുള്ള പഠിപ്പിച്ചത്, നമസ്കാരത്തിന് ശേഷം അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക് എന്ന് പറഞ്ഞ് തഖ്വ ചോദിക്കാൻ പറഞ്ഞത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖ വൽ അഫാഫ വൽ ഗിന എന്നൊക്കെയുള്ള പ്രാർത്ഥനകളിലൂടെ ഇതാണ് സഹോദരങ്ങളെ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായ വിശുദ്ധി അത് നമ്മളിൽ ഉണ്ടാകണം. സാമ്പത്തിക വിശുദ്ധി. പല ആളുകളും തകർന്നു പോകുന്നതും പല ആളുകളും വഞ്ചിക്കപ്പെടുന്നതും സാമ്പത്തിക മേഖലയിലാണ്. വിശ്വസിച്ച് പലരെയും ഏൽപ്പിച്ച തുകകൾ കടം കൊടുത്തതും ബിസിനസ്സിൻ്റെ പേരിൽ വാങ്ങിച്ചതുമൊക്കെയായിട്ട് മുങ്ങുന്ന പല ആളുകളുമുണ്ട്. ആളുകളെ പച്ചയ്ക്ക് പറ്റിക്കുന്ന, താടി നീട്ടി വളർത്തിയത് തൻ്റെ തട്ടിപ്പിന് വേണ്ടി മറസൃഷ്ടിക്കുന്ന അത്തരം ആളുകളായി നമ്മൾ അധപ്പതിച്ചു പോകരുത്. മറ്റൊരാളുടെ കയ്യിലിരിക്കുന്നൊരു മുതൽ കണ്ട് നമ്മൾ ആഗ്രഹിച്ചു പോകരുത് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് സാമ്പത്തിക വിശുദ്ധി നമ്മൾ പാലിക്കണം. റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി.
കുല്ലു ലഹ്മിൻ, എല്ലാ മാംസവും, നബത്ത മിൻ സുഹ്തിൻ, ധിക്കാരത്തിൻ്റെയും ഹറാമിൻ്റെയും ഒക്കെ പേരിൽ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ തണലിൽ തടിച്ചു കൊഴുത്ത മാംസം, അതിന് നരകമത്രേ ഏറ്റവും അവകാശപ്പെട്ടത് എന്നാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് സാമ്പത്തിക വിശുദ്ധി നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, എന്താ നമ്മുടെ പ്രത്യേകത? പ്രാർത്ഥന പടച്ച റബ്ബിനോട് മാത്രം ആകണം എന്ന് മുദ്രാവാക്യം മുഴക്കുന്നവരാണ് നമ്മൾ. അതിൻ്റെ പ്രമേയത്തിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നവരാണ് നമ്മൾ. ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്നൊക്കെ ആ രൂപത്തിലൊക്കെ പ്രചരണങ്ങൾ നടത്തുന്നവരും തൗഹീദിൻ്റെ വക്താക്കളുമാണ്. പക്ഷെ ജീവിതത്തിൽ പ്രാർത്ഥന പലപ്പോഴും നമ്മൾ നടത്തുന്നില്ല. പ്രാർത്ഥനയിൽ നിന്നും നമ്മൾ എത്രയോ അകന്നു പോയിട്ടുണ്ട്. നമസ്കാരം കഴിഞ്ഞാൽ വേഗം നമ്മുടെ ഓഫീസ് ഡ്യൂട്ടിയിലേക്ക് നമ്മൾ ഓടിച്ചെല്ലുകയാണ്. നമസ്കാരത്തിൻ്റെ സമയത്തേക്ക് നമ്മൾ ഓടി വരികയാണ്. പ്രാർത്ഥന ജീവിതത്തിലില്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ഖൈർ ഉണ്ടാവുകയില്ല. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ അവസാനത്തെ ആയത്തിൽ പറഞ്ഞതാണ്, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകാനാണ്? അള്ളാഹിൻ്റെ അടുക്കൽ നിന്നൊരു പരിഗണന ലഭിക്കില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ് സഹോദരങ്ങളെ? അഅജസൻ നാസ് മൻ അഅജസ അനി ദുആ എന്നാണ്. ആരാണ് അശക്തൻ? ആരാണ് കഴിവില്ലാത്തവൻ? ആരാണ് ദുർബലൻ? അതിന് പ്രവാചകൻ കൊടുത്ത മറുപടി എന്തെന്നറിയോ നിങ്ങൾക്ക്? കൈകാലുകൾ നഷ്ടപ്പെട്ട് ചെറിയൊരു ഉരുട്ടു വണ്ടിയിൽ ഇങ്ങനെ ഫുട്പാത്തിലൂടെ ബോഡി വെച്ച് ശരീരത്തിൻ്റെ നെഞ്ചിങ്ങനെ അതിലേക്ക് അമർത്തി വെച്ചിട്ടിങ്ങനെ എങ്ങനെയോ തുഴഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇങ്ങനെ ഉന്തിയും നരങ്ങിയും പോകുന്ന കൈയും കാലും ഒന്നുമില്ലാത്ത ആളുകളെ കുറിച്ചല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുർബലൻ എന്ന് പറഞ്ഞത്. ആരാ ദുർബലൻ എന്ന് നിങ്ങൾക്ക്? മൻ അജസ അനി ദുആ. അല്ലാഹു കാക്കട്ടെ. പ്രാർത്ഥന എന്ന് പറയുന്ന ആ ഒരു ഇബാദത്ത് ജീവിതത്തിൽ അത് പകർത്താൻ പാലിക്കാൻ കഴിയാത്തവനാണ് ഏറ്റവും ദുർബലൻ എന്നാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ പടച്ചോനെ എനിക്ക് പുറത്തു തരണേ, എന്നോട് നീ കരുണ കാണിക്കണേ, എനിക്ക് സ്വർഗം തരണേ, എൻ്റെ മാതാപിതാക്കൾക്ക് നീ സുഹൃതം കൊടുക്കണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കാനൊരത്തിരി സമയം ഒരു മനുഷ്യന് കഴിയുന്നില്ലെങ്കിൽ അവൻ ദുനിയാവിലെ ഏറ്റവും ദുർബലനാണ്, അശക്തനാണ്, കഴിവുകെട്ടവനാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പലപ്പോഴും നമുക്ക് റബ്ബിലൊരു വിശ്വാസക്കുറവുള്ളതുപോലെയാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് 1-2 തവണ പ്രാർത്ഥിച്ചിട്ടൊക്കെ അങ്ങ് നിർത്തുന്നത്. റസൂലുള്ളാഹി പറഞ്ഞ എന്താ? നിങ്ങൾ പ്രാർത്ഥിച്ചോ, എന്നാൽ അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണമെന്നാണ്. ഉറച്ചു നിൽക്കണം. നിങ്ങൾ ആലോചിക്ക്, 2 കൊല്ലമായി, ഏകദേശം 2 കൊല്ലം. ഈ ഒക്ടോബർ 7 ആകുമ്പോൾ 2 കൊല്ലമാകുന്നു. എന്തിന്? ഫലസ്തീനിനെ ആക്രമിച്ചു തുടങ്ങിയിട്ട് അല്ലേ? ഈ ഒക്ടോബർ 7-ന് 2 കൊല്ലമാവും അല്ലേ? 2 കൊല്ലമാവും. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ലോകത്തുള്ള വിവിധ പള്ളികളിൽ നിന്ന്, ഹറമുകളിൽ നിന്ന് ഒക്കെ പ്രാർത്ഥിക്കുകയാണ്. ആദ്യമൊക്കെ എന്തോ ഒരു ആവേശമായിരുന്നു, കണ്ണീരണിഞ്ഞ് പ്രാർത്ഥന. റമദാനിൽ വിത്റിൽ പ്രാർത്ഥനയോട് പ്രാർത്ഥന. നിങ്ങളുടെ നെഫ്സിനോട് ചോദിച്ചു നോക്ക്, നിങ്ങളുടെ നെഫ്സിനോട് ചോദിച്ചു നോക്ക്, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? യഥാർത്ഥത്തിൽ ഒരു ചെറിയൊരു വാക്കുകൊണ്ട് പോലും നമ്മൾ ഓർക്കാറുണ്ടോ? സഹോദരങ്ങളെ, അതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. നമ്മൾ വഴിയിൽ ഉപേക്ഷിക്കുന്നവരാണ്. നിങ്ങൾക്കറിയോ, മക്കാ മുശ്രിക്കുകൾ പോലും പ്രാർത്ഥനയെ ഭയപ്പെട്ടവരായിരുന്നു. മക്കാ മുശ്രിക്കുകൾ. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കുരിശിലേറ്റാൻ പോവുകയാണ്, ക്രൂശീകരിക്കാൻ പോവുകയാണ്. ആ ക്രൂശീകരിക്കുന്ന വേളയിൽ അദ്ദേഹം നടത്തിയൊരു പ്രാർത്ഥനയുണ്ട്. അദ്ദേഹം നമസ്കരിച്ചു കഴിഞ്ഞു, അതിനുശേഷം അദ്ദേഹത്തെ ക്രൂശീകരിക്കാൻ പോവാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹം നടത്തുന്നൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ അഹ്സിഹിം അദദാ വഖ്തുൽഹും ബദദാ വലാ തുഗാദിർ മിൻഹും അഹദാ. അല്ലാഹുവേ, എന്നോട് ഈ ക്രൂരത ചെയ്ത ഈ ആളുകളെ നീ ഓരോരുത്തരെയും നീ നോട്ടമിട്ട് വെക്കണം പടച്ചോനെ, നീ എണ്ണിക്കണക്കാക്കണം റബ്ബേ. വഖ്തുൽഹും ബദദാ, അവരെ എല്ലാവരെയും നീ കൊന്നു തള്ളണം റബ്ബേ. വലാ തുഗാദിർ മിൻഹും അഹദാ, ഇതിലൊരൊറ്റ എണ്ണത്തിനെയും നീ ബാക്കി വെക്കല്ല റബ്ബേ. ഇതങ്ങോട്ട് ഉറക്കെ പ്രാർത്ഥിച്ചപ്പോൾ അബൂ സുഫിയാൻ അന്ന് ഈ ദുഷ്പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ നേതാവാണ്. അബൂ സുഫിയാൻ ഇത് കേട്ടിട്ട് എന്താ ചെയ്തെന്നറിയോ? അന്ന് അദ്ദേഹം വിശ്വാസിയായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മകൻ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു തൊട്ടടുത്ത് നിൽക്കുന്ന മകനെ പിടിച്ച് തല പിടിച്ച് താഴ്ത്തി.
ഈ പ്രാർത്ഥനയുടെ പവർ കൊണ്ട് തല പിടിച്ച് താഴ്ത്തി. എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം എന്നറിയോ? അറബികൾക്കൊരു വിശ്വാസമുണ്ട്, ആരെങ്കിലും തങ്ങൾക്കതിൽ പ്രാർത്ഥിച്ചാൽ തല താഴ്ത്തി നിന്നാൽ ആ പ്രാർത്ഥന തട്ടില്ല എന്നാണ്. അബൂ സുഫിയാൻ എന്ന അന്ന് മുശ്രിക്കായിരുന്ന, അന്ന് അവിശ്വാസിയായിരുന്ന ആ വ്യക്തിയുടെ ഈമാൻ്റെ 1000-1 ഈ സമൂഹത്തിനുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ പടച്ചവനോട് പ്രാർത്ഥന നിർത്തുമോ? നമുക്ക് മതിയാകുമോ? സഹോദരങ്ങളെ, പ്രവാചകന്മാരുടെ ചരിത്രം അള്ളാഹു സൂറത്തുൽ അംബിയായിൽ ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് പറഞ്ഞു തരികയാണ്. എന്തിനാ പ്രവാചകന്മാരെ കുറിച്ച് അള്ളാഹു അങ്ങനെ പറഞ്ഞത്? ഓരോ പ്രവാചകന്മാർ, സുലൈമാൻ നബി അലൈഹി ഇസ്ലാം, ദാവൂദ് നബി അലൈഹി ഇസ്ലാം, മൂസാ നബി അലൈഹി ഇസ്ലാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തുടങ്ങിയിട്ടുള്ള പ്രവാചകന്മാരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു. യൂനുസ് നബി അലൈഹി ഇസ്ലാം കടലിൽ അകപ്പെട്ടു, അവസാനം മത്സ്യം വിഴുങ്ങിയതും അദ്ദേഹത്തെ കരയിലേക്ക് എടുത്ത് തുപ്പിയതും ഒക്കെ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? കാനു യുസാരിഊന, അവരെല്ലാവരും നന്മയിൽ മത്സരിക്കുന്നവരായിരുന്നു. വകാനു യദ്ഊനനാ റഗബൻ വറഹബാ, അവരെല്ലാവരും തന്നെ നമ്മോട് ആഗ്രഹത്തോടെയും ഭയത്തോടെയും പ്രത്യാശയോടെയും പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അതാണ് ആ പ്രവാചകന്മാരുടെ ക്വാളിറ്റി. ആ പ്രവാചകന്മാരുടെ ചരിത്രം അള്ളാഹു നമുക്ക് വിവരിച്ചു തന്നിട്ട് അതേ കാര്യം നമ്മളിൽ ഉണ്ടാകണമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് പ്രാർത്ഥന ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകരുത്. ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വഷ്തഅല അർ-റഅസു ശൈബ വലം അകും ബിദുആഇക റബ്ബി ശഖിയാ. പതിറ്റാണ്ടുകളായി കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ 19-ാം അധ്യായം സൂറത്തു മറിയത്തിൻ്റെ തുടക്കത്തിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. പടച്ച റബ്ബേ, എൻ്റെ എല്ലുകളിതാ ദുർബലമായി ജരാനര ബാധിച്ചു തിളങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കിതാ ഇനി മരണമല്ലാതെ മറ്റൊന്നും എൻ്റെ മുന്നിലില്ലാത്ത അവസ്ഥയിലേക്ക് ഞാൻ ഇങ്ങനെ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കാലങ്ങളായി ഞാൻ നിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരപേക്ഷയുണ്ട് റബ്ബേ. എനിക്കൊരു കുഞ്ഞിനെ തരണം, ഒരു ആൺകുട്ടിയെ തരണം. എനിക്ക് ശേഷം എൻ്റെ ഈ കാര്യങ്ങൾ, ബൈത്തുൽ മുഖദ്ദസിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ കഴിയുന്നൊരു ആൺകുട്ടിയെ തരണമെന്ന് കാലങ്ങളായി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ റബ്ബേ, എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിച്ചിട്ടില്ലെങ്കിലും വലം അകും ബിദുആഇക റബ്ബി ശഖിയാ, നിന്നോട് പ്രാർത്ഥിച്ചിട്ട് എനിക്കിതുവരെയും നിരാശ വന്നിട്ടില്ല, മോഹഭംഗം വന്നിട്ടില്ല. സക്കരിയായെ നീ പരിഗണിച്ചില്ലല്ലോ പടച്ചോനെ എന്നൊരു ചോദ്യം സക്കരിയ നബി അലൈഹി ഇസ്ലാം ചോദിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ റബ്ബിൽ നമുക്ക് പ്രതീക്ഷ വേണ്ടേ? എന്തെല്ലാം ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണെന്നൊക്കെ ഖുർആനിൽ 50-ലേറെ തവണ പറഞ്ഞിട്ടുണ്ട്. ആ റബ്ബിനെ കുറിച്ച് നമ്മൾ എന്തിനാണ് നിരാശപ്പെടുന്നത്? നമ്മൾ പ്രാർത്ഥന ഉപേക്ഷിക്കാൻ പാടുള്ളവരാണോ? 1-2 കാര്യങ്ങൾ കൂടി പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പടപ്പുകൾക്ക് വേണ്ടി, അവൻ്റെ ദാസന്മാർക്ക് വേണ്ടി പ്രകൃതിയിലെ സിസ്റ്റം വരെ മാറ്റിയിട്ടില്ലേ സഹോദരങ്ങളെ? പ്രകൃതിയിലെ സിസ്റ്റം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിയിട്ടില്ലേ? മൂസാ നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന ഒരു ചോരപ്പൈതൽ കൈകാലിട്ടടിക്കാൻ പോലും ആയിട്ടില്ല. മാതാവിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മൂസയെ പൊതിഞ്ഞൊരു പേടകത്തിലാക്കി നൈൽ നദിയിലേക്ക് അല്ലെങ്കിൽ നദിയിലേക്ക് ഒഴുക്കിക്കൊള്ളാനാണ് പറയുന്നത്. മാതാവിൻ്റെ മനസ്സിലേക്ക് ശക്തമായ ഉൾപ്രേരണകൾ അള്ളാഹു വഹീൻ്റെ രൂപത്തിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ വഹി എന്ന് പറഞ്ഞാൽ ഉൾപ്രേരണയാണ്, അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ആ മാതാവ് അങ്ങനെ ചെയ്തു. എന്താണ് പ്രശ്നം? ബനു ഇസ്രായേലിൽ പിറക്കുന്ന ആൺകുഞ്ഞുങ്ങളെ ഒറ്റൊന്നിനെയും വെച്ചേക്കാൻ പാടില്ല. ആ വർഷം ജനിക്കുന്ന കുട്ടികളെല്ലാം തട്ടണം. ആരാ പറഞ്ഞത്? ഫിർഔനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാവിനോട് പറഞ്ഞു, മൂസാ നബിയുടെ ഉമ്മയോട് പറഞ്ഞു, കുഞ്ഞിനെ പേടകത്തിലാക്കി ഒഴുക്കിക്കൊള്ളാനാണ് പറഞ്ഞത്. ആ ഉമ്മ ഒഴുക്കി. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം എവിടേക്കാ കടന്നു ചെന്നത്? യഖുദുഹു അദുവുല്ലി വഅദുവുല്ല, എൻ്റെയും അവൻ്റെയും ശത്രുവിൻ്റെ, അവൻ്റെ രാജകൊട്ടാരത്തിലേക്ക്, അവൻ്റെ തിരുമുറ്റത്തിലേക്ക് ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ടു ചെല്ലും. എന്നിട്ട് അവൻ്റെ കൈ കൊണ്ട് ഈ കുഞ്ഞിനെ വളർത്തുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനമെടുത്തിരിക്കുകയാണ്. അത്ഭുതമല്ലേ അത്? ഒരു അത്ഭുതമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, അതേ ഫിർഔൻ കൈകാലിട്ടടിക്കാൻ പോലും പ്രായമെത്തിയിട്ടില്ലാത്ത ആ പിഞ്ചോമന മൂസ, ആ കുഞ്ഞു മൂസ വെള്ളത്തിൽ താണുപോയില്ല. വർഷങ്ങൾക്ക് ശേഷം അതേ ഫിർഔൻ ചെങ്കടലിൻ്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നുപോയി.
ഫിർഔനും ഫിർഔൻ്റെ പരിവാരങ്ങളും എല്ലാം വജുനൂദുഹു അവൻ്റെ സൈന്യവും ഒന്നടങ്കം താഴ്ന്നു പോയില്ലേ? ശക്തിയാണോ അള്ളാഹു നോക്കുന്നത്? പ്രതാപമാണോ അള്ളാഹു നോക്കുന്നത്? ദുർബലനായ മൂസ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടന്നു. എല്ലാ ശക്തിയും അധികാരവും ചക്രവർത്തിയുമായിരുന്ന ഫിർഔൻ വെള്ളത്തിൻ്റെ അടിയിലേക്ക് താണുപോയി. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ പ്രകൃതിയെ പടച്ചുറപ്പ് അതിൻ്റെ സിസ്റ്റത്തിൽ നിന്ന് മാറ്റിപ്പിടിച്ചില്ലേ? ഒരു ചെറിയ ഒരു സ്പാർക്ക് കൊണ്ട് വേണമെങ്കിൽ ഒരു മനുഷ്യനെ കൊല്ലാൻ അത് മതി. പക്ഷേ ദിവസങ്ങളോളം കത്തിയെരിയുന്ന വിറകിൻ്റെ വലിയ ശേഖരത്തിൽ നിന്നുള്ള ആ അഗ്നി താണ്ഡവമാടുന്ന ആ വലിയ തീനാളത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുഷ്പം പോലെ രക്ഷപ്പെടുത്തിയെടുത്തില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? ഖുൽ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇപ്പോൾ നീ നിൻ്റെ സ്വഭാവം എടുക്കരുത്. ഇബ്രാഹീമിന് നല്ല ഡൺലപ്പ് മത്ത പോലെ ഒരു സുഖമായ അവസ്ഥ, ഒരു നല്ല തണുപ്പ്, ഒരു നല്ല സാഹചര്യം ഒരുക്കി കൊടുക്കണം. അള്ളാഹു തീയോട് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കൊന്നു തള്ളാൻ വേണ്ടി ഉപയോഗിച്ച തീയുടെ പവറൊക്കെ തഫ്സീറുകളിൽ കാണും. ദിവസങ്ങളോളം ആളിക്കത്തിയത്. ആ നാട്ടുകാരായ മുഴുവൻ ആളുകളും വിറക് ശേഖരിക്കാൻ വേണ്ടി മത്സരിച്ചു എന്നാണ്. വലിയ ഒരു വിറകിൻ്റെ ശേഖരം അവിടെ ഉണ്ടായി. അതിൻ്റെ മുകളിലൂടെ പറന്നു പോകുന്ന പറവകൾ കരിഞ്ഞു വീണു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അതിലേക്ക് കൊണ്ടുപോയി രണ്ടുപേര് തൂക്കിയെടുത്തിടാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് അതിൻ്റെ ചൂട് വലിയ വിശാലമായ ഏരിയയിലേക്ക് വ്യാപിച്ചു. എന്താ ചെയ്യുക? അങ്ങനെ അവർ ആലോചിച്ചെടുത്ത ഒരു തന്ത്രമാണ് മൻജനീക്ക് എന്ന് പറയുന്ന ഒരു വിദ്യ ഉണ്ടാക്കി. ഇന്നത്തെ കാലത്തൊക്കെ നമ്മളിങ്ങനെ തെറ്റാലി എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ കാക്കയടിക്കാനൊക്കെ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന സാധനം, അതുപോലത്തെ ഒരു മനുഷ്യനെ അതിലേക്ക് കടിപ്പിച്ച് വിടാൻ പറ്റുന്ന രൂപത്തിൽ അതിൻ്റെ ഒരു ഫുൾ സൈസ് സാധനം ഉണ്ടാക്കി. ആരുണ്ടാക്കിയത്? ഹുസൈൻ അൽ ഖുർദി എന്നു പേരുള്ള ഒരാൾ. റസൂലുള്ള പറയാണ്, അത് ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അവൻ നരകത്തിലേക്ക് ഇപ്പോഴും അവൻ വീണുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ്. എന്നിട്ട് അതിലേക്ക് കടിപ്പിച്ചിട്ട് എഴുതി വിടുകയാണ് ചെയ്തത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അതിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഇരുന്നു. അവരെല്ലാവരും ഇപ്പം കരിയുന്നുള്ള കാഴ്ച കാണാൻ നിൽക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ചിട്ടില്ല. ഒരു ബക്കറ്റ് വെള്ളം മതി ഒരാൾ മരിക്കാൻ. 1.5 വയസ്സ് പ്രായത്തിലുള്ള എത്രയോ കുഞ്ഞുങ്ങൾ ഒരു ബക്കറ്റ് വെള്ളത്തിൽ മരിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മെ അത്തരത്തിലുള്ള അപകടത്തിൽ നിന്ന് നമ്മയും നമ്മുടെ മക്കളെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. പക്ഷേ ഒരു സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് വീണിട്ടും ഒരു മത്സ്യത്തിൻ്റെ വയറ്റിലേക്ക് വീണിട്ടും യൂനുസ് നബി അലൈഹി ഇസ്ലാമിന് ഒരു പോറലും പറ്റിയില്ല. പ്രകൃതിയെ തന്നെ അള്ളാഹു പ്രാർത്ഥന കൊണ്ട് പ്രകൃതിയുടെ സിസ്റ്റത്തെ തന്നെ മാറ്റിത്തരും. ആ റബ്ബിൽ നമുക്ക് വിശ്വാസമില്ലെങ്കിൽ സഹോദരങ്ങളെ, പിന്നെ എന്തിനാണ് നമ്മൾ മുസ്ലിമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നത്? അള്ളാഹു നമുക്ക് ഖൈർ നൽകട്ടെ. നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഒഴിവു സമയം, ഇതൊക്കെയും പടച്ചുറബ് ചോദിക്കും അല്ലേ? നിഅമത്താനി 2 അനുഗ്രഹങ്ങൾ, മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്. ഒരുപാട് ആളുകൾ, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, അധികം ആളുകളും ആ വിഷയത്തിൽ വഞ്ചിതരാണ്. അതിനെക്കുറിച്ച് അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബോധമില്ല. സില്ലിയായിട്ടാണ് അതിനെയൊക്കെ കാണുന്നതെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് രണ്ടും പരലോകത്ത് നമുക്കെതിരിൽ ചോദ്യചിഹ്നമായി വരും. ആരോഗ്യം എന്തിനു നീ ചെലവഴിച്ചു? നിങ്ങൾക്ക് അംർ ഇബ്നുൽ ജമൂഹ എന്ന് പറയുന്ന സഹാബിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഉഹദിൻ്റെ പടക്കളത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുന്നുണ്ടെന്നുള്ള വിവരം കിട്ടിയപ്പോൾ ആവേശം പൂണ്ട് 4 മക്കളുടെ പിതാവായ അംർ ഇബ്നുൽ ജമൂഹ, പ്രായം ഒരുപാടുണ്ട്, അല്ലാത്ത പ്രായത്തിലെത്തി, പുറമേ അദ്ദേഹം വികലാംഗനാണ്, മുടന്തി പ്രവാചകൻ്റെ മുന്നിലെത്താണ്. ആദ്യം മക്കളോട് പറഞ്ഞു, ഞാനും വരുന്നു ഉഹദിലേക്ക്. ഉഹദിൽ മരണപ്പെട്ട 70ഓളം സഹാബിമാരുടെ ലിസ്റ്റിൽ അദ്ദേഹം ഉണ്ട്. സഹോദരങ്ങളെ, മക്കൾ പറഞ്ഞു, നിങ്ങൾക്ക് വരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് യുദ്ധം ചെയ്യാനുള്ള ആരോഗ്യമില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വരും. ഒടുവിൽ പ്രവാചകൻ്റെ മുന്നിൽ കേസെത്തി. അള്ളാഹുവിൻ്റെ റസൂൽ അംറിനോട് പറഞ്ഞു, അംർ, നിങ്ങൾക്ക് അള്ളാഹു ഉദ്ർ നൽകിയിട്ടുണ്ട്. 2 കാര്യങ്ങളാണ്. 1 പ്രായം, അത് യുദ്ധത്തിന് പറ്റിയ പ്രായമല്ല. 2 നിങ്ങൾക്ക് മുടന്തുണ്ട്, അതും യുദ്ധത്തിന് പറ്റിയ ഒരു സാഹചര്യമല്ല. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, എനിക്ക് എൻ്റെ ആഗ്രഹം ഈ മുടന്തൻ കാലുമായി അർജു അൻ അത്അബി അർജതി ഹാദിഹിൽ ജന്ന, ഈ മുടന്തൻ കാലുമായി മുടന്തി എനിക്ക് സ്വർഗത്തിൽ കയറണം റബ്ബേ, സ്വർഗത്തിൽ കയറണം നബിയെ, എനിക്കതാണ് ആഗ്രഹം എന്നാണ്. പിന്നെ റസൂൽ ഒന്നും പറഞ്ഞില്ല. ആഗ്രഹമല്ലേ? പ്രവാചകൻ മക്കളോട് പറഞ്ഞു, മക്കളെ തടയണ്ട, ബാപ്പാൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്നാണ്. അങ്ങനെയാണ് അദ്ദേഹം ഉഹദിൽ യുദ്ധത്തിലേക്ക് വരുന്നത്. അദ്ദേഹം അതിൽ കൊല്ലപ്പെട്ട ഷഹീദായ ഒരു സഹാബിയാണ്. റളിയല്ലാഹു അൻഹും വറളു അൻഹും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ,
ചെറുപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കാത്ത, ആരോഗ്യം വിനിയോഗിക്കാത്ത, സമയം വിനിയോഗിക്കാത്ത നമ്മൾ പടച്ച റബ്ബിനോട് എന്ത് കണക്ക് പറയും സഹോദരങ്ങളെ? എന്ത് കാര്യം പറഞ്ഞ് നമ്മൾ അള്ളാഹുവിനെ കൺവിൻസ് ചെയ്യിക്കും, നമ്മൾ ബോധ്യപ്പെടുത്തും എന്നുള്ളത് നമ്മൾ സ്വയം നഫ്സിനോട് ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഈമാൻ ശക്തമാക്കണം. പരീക്ഷണങ്ങൾ കടന്നു വരും. നേരത്തെ ബഹുമാനായ അഷ്റഫ് ഉസ്താദ് പറഞ്ഞതുപോലെ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ പതറിപ്പോകാനുള്ളതല്ല. എക്സ്പ്രസ് ഹൈവേയിലൂടെ കണ്ണടച്ചങ്ങനെ ഓടിക്കാൻ പറ്റിയൊരു പ്രശ്നവുമില്ല. എക്സ്പ്രസ് ഹൈവേയിലൂടെ സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കുന്നവനാണോ ഡ്രൈവർ? വളവും തിരിവുമൊക്കെയുള്ള റോഡിലൂടെ വളരെ സാഹസമായി വണ്ടി ഓടിക്കുന്ന ആളാണോ യഥാർത്ഥ ഡ്രൈവർ? ആരാ നല്ലൊരു ഡ്രൈവർ എന്ന് പറയുന്നത്? ഓഫ് റോഡൊക്കെ ഡ്രൈവ് ചെയ്യുന്നവർ അവർ മികച്ച ഡ്രൈവർമാരാണ്. അല്ലാതെ സ്മൂത്തായിട്ട് ഇങ്ങനെ ഓടിക്കുന്നവരെ അത് ഇപ്പോൾ ആർക്കും പറ്റും. വളയം പിടിച്ചെടുത്ത് കൈ പിടിച്ചു കൊടുത്താൽ മതി. ഇത് ഞാൻ പറഞ്ഞെന്തിനെന്നറിയോ? ഇത് ഞാൻ പറഞ്ഞത് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോഴാണ് ഈമാൻ അവിടെ വർക്കൗട്ട് ആവേണ്ടത്. പരീക്ഷണങ്ങൾ വരുമ്പോഴാണ്. സ്മൂത്തായിട്ട് അങ്ങനെ പോകുമ്പോൾ ഈമാൻ വർക്കൗട്ട് ആകണം. പക്ഷേ അതിനേക്കാളും നമ്മൾ പിടിച്ചു നിൽക്കേണ്ടത് അന്നേരമാണ്. ഒരു മകൻ മരിച്ചു, ഒരു മകൾ മരിച്ചു, വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, അല്ലെങ്കിൽ മരണത്തിൻ്റെ വാർത്ത കേട്ടു, ബിസിനസ് തകർന്നു. അതിൻ്റെ കൂടെ തകരാനുള്ളതാണോ നമ്മൾ ഓരോരുത്തരും? അല്ല, അതിൻ്റെ കൂടെ തകരാനുള്ളതല്ല. ഞാൻ ഏതോ ക്ലാസ്സിൽ പറഞ്ഞൊരു അനുഭവം എൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്നതുകൊണ്ട് ഞാൻ പറയണത് മുഴുവൻ പറയാൻ സമയമില്ല. തിരുവനന്തപുരത്ത് ഒരു സഹോദരി ആത്മഹത്യ ചെയ്തൊരു വാർത്തയാണ്. മകൻ മരിച്ച് ആ സ്ത്രീയെ, അല്ലെങ്കിൽ ഒരു ടീച്ചറാണ്, അവരെ മറച്ചു വെച്ചു. അവരെ ഭർത്താവും വീട്ടുകാരൊക്കെ മറച്ചു വെച്ചു. പക്ഷെ രാത്രി 1:30 ഫേസ്ബുക്കിലൂടെ മകൻ്റെ ഫോട്ടോ വെച്ച് ഒരു അനുശോചനക്കുറിപ്പ് ആരോ പോസ്റ്റ് ചെയ്തത് ഇവരുടെ കണ്ണിൽ കണ്ടു എന്നാണ്. ആ രാത്രി ആ മുസ്ലിം സ്ത്രീ അവർ നേരെ പോയി കണ്ടിച്ചാടി 1:30 രാത്രി. ഇത് നമ്മളാരോടും പറയാൻ വേണ്ടിയിട്ടില്ല. ഇതൊക്കെ റെക്കോർഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ ക്യാൻസൽ ചെയ്തോണം. ക്യാൻസൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ആരെയും നമ്മളങ്ങനെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. ചിലപ്പോൾ ഓരോ കുടുംബക്കാർ കേട്ടാൽ അതൊരു വിഷമാവും. ഇത് വാർത്ത വന്നതാണ്. ഞാൻ പറയുന്നത് സഹോദരങ്ങളെ, പ്രതിസന്ധി കടന്നു വരുമ്പോഴാണ് ഈമാൻ വേണ്ടത്. ആ ഈമാൻ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ നമുക്ക് ആകെയുള്ളത്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിൽ ഒരു സ്ത്രീ കടന്നു വരുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്ത്രീ വന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലെ, ഒരു കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് പറയാണ്, പ്രവാചകരെ, എൻ്റെ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ഇതിനു മുമ്പ് 3 കുഞ്ഞുങ്ങളെ ഞാൻ കുഴിയെടുത്ത് മറവ് ചെയ്തിട്ടുണ്ട്, അടക്കിയിട്ടുണ്ട് നബിയെന്നാണ്. എന്നുവെച്ചാൽ 3 കുഞ്ഞുങ്ങൾ മരിച്ചു, 4മത്തതാ, പ്രാർത്ഥിക്കണം നബിയെന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതത്തോടു കൂടി ചോദിച്ചു. അത്ഭുതത്തോടു കൂടിയും ഗൗരവത്തോടു കൂടി, അല്ലെങ്കിൽ അതിശയോക്തിയോടു കൂടി റസൂൽ ചോദിച്ചു, എന്താ 3 കുഞ്ഞുങ്ങൾ മരിച്ചെന്നോ? അപ്പോൾ അവർ പറഞ്ഞു 3 കുഞ്ഞുങ്ങളും മരിച്ചു നബിയെന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഈ 3 കുഞ്ഞുങ്ങളും നാളെ നിനക്ക് നരകത്തിൽ നിന്നുള്ള ശക്തമായ ഒരു പരിചയം, ഒരു വളപ്പായിരിക്കുമെന്നാണ്. ഒരു വേലിക്കെട്ടായിട്ട് അവർ നാളെ പരലോകത്ത് നിനക്കുണ്ടാകും എന്ന് പ്രവാചകൻ പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരു വ്യക്തി തൻ്റെ മകനുമായി കടന്നു വന്നു. റസൂൽ ചോദിച്ചു, നിനക്ക് നിൻ്റെ കുട്ടി ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങേ ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ ഞാൻ എൻ്റെ കുട്ടിയെയും ഇഷ്ടപ്പെടുന്നു എന്നാണ്. ഒഹിബ്ബുക്കല്ലാ കമാ ഒഹിബ്ബഹു എന്നാണ്. ഒഹിബ്ബുക്കല്ലാ, ഞാൻ താങ്കളെയും ഇഷ്ടപ്പെടുന്നു, കമാ ഒഹിബ്ബുഹു, അവനെയും ഇഷ്ടപ്പെടുന്നത് പോലെ. അങ്ങനെ പറഞ്ഞു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഭവം കഴിഞ്ഞു കുറേ നാളുകൾക്ക് ശേഷം പ്രവാചകൻ ഇയാളെക്കുറിച്ച് അന്വേഷിച്ചു. ആ മുമ്പ് വന്ന ആ പിതാവും മകനുമൊക്കെ ഇപ്പോൾ എവിടെ, കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമല്ലോ. അങ്ങനെ ചോദിച്ചപ്പോൾ ആരോ പറഞ്ഞു, എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കുട്ടി മരിച്ചു നബിയെ എന്നിങ്ങനെ പറഞ്ഞതാണ്. ആ കുട്ടി മരിച്ചുപോയി. മാ ഫഅല ഇബ്ന ഫുലാൻ ഫഖാലു യാ റസൂലല്ലാഹ് മാത്. ആ വ്യക്തിയുടെ മകനിപ്പോൾ ഇവിടെ? അത് മരിച്ചുപോയി നബിയെ. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബി. അതറിഞ്ഞ് പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അമാ തുഹിബ്ബു അൻ തഅതിയ ബാബൻ മിൻ അബ്വാബിൽ ജന്ന ഇല്ലാ വജദ്തഹു അലൈഹി യന്തളിറുക. ആകാശത്ത് നിന്നൊരു വാതിലിങ്ങനെ തുറന്നിട്ട് ആ വാതിലിൽ നിന്ന് ഒരാളിങ്ങോട്ട്, അല്ലെങ്കിൽ ആ വാതിൽ തുറന്നിട്ട് ഇല്ലാ വജദ്തഹു അലൈഹി യന്തളിറുക, നിന്നെ അവൻ ആ ആകാശത്ത് നിന്നിങ്ങനെ നീ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി കാത്തിരിക്കുന്നതായിട്ട് അങ്ങനത്തെ വല്ല അവസ്ഥയും നിനക്കുണ്ടായാൽ നിനക്കത് ഇഷ്ടമാകുമോ എന്നാണ്. എന്ന് പറഞ്ഞാൽ നീ മരിച്ചു ചെന്നാൽ നിന്നെ കാത്തിരിക്കുകയാണ് ആ കുട്ടി എന്നർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ് അലഹു ഖാസ അംലി കുല്ലിന,
ഇത് ആ കുട്ടിക്ക് മാത്രമാണോ ബാധകം, അതല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ബാധകമാണോ, ഇങ്ങനത്തെ കേസ് ഉണ്ടാകുന്ന എല്ലാവർക്കും ബാധകമാണോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാവർക്കും ബാധകമാണ്, ബല്ലി കുല്ലിക്കും, എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ ഈ രൂപത്തിലൊക്കെ പരീക്ഷണങ്ങൾ മരണത്തിൻ്റെ രൂപത്തിലൊക്കെ കടന്നു വന്നാലും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരിമാരോടും എനിക്ക് ചിലത് പറയാനുണ്ട്, വളരെ പെട്ടെന്ന് പറയാം. സഹോദരിമാരെ, ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സൗഭാഗ്യങ്ങൾ, ആ സൗഭാഗ്യങ്ങൾ നമ്മൾ ഓർക്കണം. നമ്മുടെ മുൻഗാമികളൊക്കെ, പ്രത്യേകിച്ച് വനിതാരത്നങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവിച്ച ത്യാഗങ്ങൾ എത്രയെന്നറിയാം. നമുക്ക് ലോകത്ത് ഇസ്ലാമിൽ ആദ്യമായി ഷഹീദാകുന്നത് ഒരു പുരുഷനല്ല. ആരാ പിന്നെ? സുമയ്യ റളിയല്ലാഹു അൻഹയാണ്. ആദ്യമായി ഷഹീദാകുന്നത് ഒരു സ്ത്രീയാണ്, ഒരു മഹദിയാണ്. സുമയ്യ എന്നാണ് അവരുടെ പേര്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരുപാട് മഹത്വം, ഒരുപാട് പ്രത്യേകതകൾ സ്ത്രീ സമൂഹത്തിന് ഇസ്ലാം വകവെച്ച് നൽകിയിട്ടുണ്ട്. ഏതെല്ലാം കാര്യത്തിൽ! ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിലൊക്കെ താബിഈങ്ങളും സഹാബികളുമൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, ഏത് സംശയത്തിനും ആയിഷ റളിയല്ലാഹു അൻഹയെ സമീപിച്ചാൽ മതി എന്നാണ്. അനന്തരാവകാശ നിയമത്തിലൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചാൽ അതിനകത്ത് പിന്നെ വേറൊരാളോടും ചോദിക്കേണ്ടി വരില്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിജ്ഞാനവും ഈ ഉമ്മത്തിലെ മറ്റു ആളുകളുടെ വിജ്ഞാനവും കൂടി തുലാസിൽ വെച്ചാൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിജ്ഞാനം താഴ്ന്നിരിക്കും. നമ്മുടെ സ്ത്രീകളൊക്കെ എവിടെ? ആ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വർഗത്തിൽപ്പെട്ട നമ്മുടെ സഹോദരിമാർ ദീൻ പഠിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നത് സ്വയം ചോദിക്കണം സഹോദരിമാരെ. അതുമാത്രമല്ല, എന്തെല്ലാം പ്രയാസങ്ങൾ! അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകളാണ്. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാണ്. അബ്ദുല്ലാഹി ബിൻ സുബൈർ എന്ന് പറയുന്ന ഇസ്ലാമിലെ ധീരനായ പുത്രൻ്റെ ഉമ്മയാണ്. അബൂ അബ്ദില്ലാ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പേര് വരാൻ തന്നെ കാരണം അബ്ദുല്ലാഹി ബിൻ സുബൈറാണ്. അങ്ങനെയുള്ള അസ്മാ റളിയല്ലാഹു അൻഹ, ആ അസ്മാ റളിയല്ലാഹു അൻഹ ഗർഭിണിയായിരിക്കുമ്പോഴാണ് പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് ഹിജ്റ പോകുന്നത്. നബി കടന്നു കളഞ്ഞതിൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കടന്നു വരുന്ന അബൂജഹൽ വന്നിട്ട് വാപ്പ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ ഒരൊറ്റ അടിയാണ് ഗർഭിണിയായ അസ്മാ റളിയല്ലാഹു അൻഹയുടെ കാതിലടിച്ചിട്ട്, അവരുടെ ചെവിക്കടിച്ചിട്ട് അവരുടെ കാതിൽ തൂക്കിയിട്ടിരുന്ന അവരുടെ കമ്മൽ തെറിച്ച് നിലത്തു വീണു. അങ്ങനെയൊക്കെ ത്യാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന്, മഹദിമാരുടെ ഭാഗത്ത് നിന്ന്. അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ പാരമ്പര്യം തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഓർത്തെടുക്കേണ്ടതുണ്ട് സഹോദരികളെ, സഹോദരിമാരെ. നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെയൊക്കെ സമൂഹത്തിൽ, മുസ്ലിം സമൂഹത്തിലൊക്കെ വേഷവിധാനത്തിലൊക്കെ പാലിക്കുന്ന നിരുത്തരവാദിത്തങ്ങൾ, വേണ്ടാത്ത വേഷങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിം സമൂഹത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ മാന്യമായ വേഷങ്ങൾ ധരിക്കാതെയാണ് പലരും സ്കൂളുകളിലേക്ക്, കോളേജുകളിലേക്ക്, ഫംഗ്ഷനുകളിലൊക്കെ പങ്കെടുക്കുന്നത്. വൃത്തികെട്ട വേഷങ്ങൾ, നിര്യാണിക്ക് മുകളിൽ, പുതിയ ഫാഷനുകളൊക്കെ നിര്യാണിക്ക് മുകളിലാണ്. അതുപോലെ ശരീരത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ എന്ന് സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞ ആ ജിൽബാബുകളൊന്നും ധരിക്കാതെയാണ് മിക്കവാറും സ്ത്രീകളൊക്കെ പോകുന്നത്. മുസ്ലിം കുടുംബത്തിൽ നടക്കുന്ന കാര്യമാണ്. ഞാൻ ഓർത്തു പോകുന്നത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന സഹാബി, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ അത്താ ഇബ്നു അബീ റബാഹ് റഹിമഹുമുല്ലാ രണ്ടുപേരും കൂടി നടക്കുമ്പോൾ ഒരു സ്ത്രീയെ കാണുകയാണ്. കറുത്ത വർഗ്ഗക്കാരിയായ ഒരു സ്ത്രീയെ കാണുകയാണ്. ആ സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറയുകയാണ്, നോക്കൂ, ആ സ്ത്രീ സ്വർഗ സ്ത്രീയാണ്. എന്താ കാരണമെന്ന് ചോദിക്കുന്നു. കാരണം ചോദിക്കുമ്പോൾ പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിൽ പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ ഇവർ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാനിതാ അപസ്മാരം വരുന്നൊരു സ്ത്രീയാണ്, അപസ്മാര രോഗം വരുന്നൊരു സ്ത്രീയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലേ, എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്. ഇൻ ശിഅതി സബർതി വലകിൽ ജന്ന വ ഇൻ ശിഅതി ദഅവതുല്ലാഹ അസ്സ വജല്ല അൻ യുആഫിയക്. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അള്ളാഹു ശിഫ തന്നേക്കും, അല്ലെങ്കിൽ അള്ളാഹ് ശിഫ തരും. എന്നാൽ നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട്. രണ്ട് ഓപ്ഷനാ. എന്താ വേണ്ടേ? പ്രാർത്ഥിച്ചാൽ പടച്ചോൻ മാറ്റിത്തരും, അല്ലെങ്കിൽ മാറ്റിത്തരാം. അതല്ല, നീ ക്ഷമിച്ചാൽ സ്വർഗമുണ്ട് എന്നാണ്. അസ്ബിർ,
മുന്നും പിന്നും എന്ന് ആലോചിക്കുന്നില്ല, ഞാൻ ക്ഷമിച്ചോളാം. പക്ഷെ പ്രവാചകരെ, നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഫഇന്നി അതകശഫ്, ഞാനിങ്ങനെ ബോധരഹിതയായി അല്ലെങ്കിൽ അസുഖം വന്നിങ്ങനെ നിലത്ത് വീഴുമ്പോൾ എൻ്റെ ഔറത്തുകൾ വെളിവാകുന്നു, വസ്ത്രം വിവസ്ത്രമായി തീരുന്നു. ഫദ്ഉല്ലാഹ അല്ലാ തക്ഷിഫ്, അതുകൊണ്ട് എൻ്റെ വസ്ത്രം അന്യപുരുഷന്മാരുടെ മുന്നിൽ വിവസ്ത്രമായിട്ട് എൻ്റെ ഔറത്തുകൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, ബാക്കിയൊക്കെ ഞാൻ ക്ഷമിച്ചോളാം എന്നാണ്. എന്തൊരു ഈമാനാണ് സഹോദരങ്ങളെ! ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് അടുക്കുകയാണോ വേണ്ടത്, അകലുകയാണോ വേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, മരണം പടിവാതിൽക്കലുണ്ട്. ഏത് രൂപത്തിൽ നമ്മൾ മരിക്കും എന്നുള്ളത് പടച്ചുറപ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ഏത് രൂപത്തിൽ മരിക്കണം എന്നുള്ളത് നമുക്കും ഒരു ചോയ്സാണ്. നിങ്ങൾ കണ്ടില്ലേ, ഈ സെലിബ്രേഷൻ്റെ സമയത്ത് കേരളത്തിൽ ഒരു മുസ്ലിമായ ഒരു വ്യക്തി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കെ സ്റ്റേജിൽ കുഴഞ്ഞു വീണു മരിച്ചത് നിങ്ങൾ കണ്ട കാഴ്ചയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്തരം ദുരന്തപൂർണമായ പര്യവസാനത്തിൽ നിന്ന്, സൂഉൽ ഖാത്തിമയിൽ നിന്ന് മരണം അത് സുനിശ്ചിതമാണ്, സംശയമൊന്നുമില്ല. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. ഏത് ലോകത്ത് വെച്ചാണ് മരിക്കുന്നത്, അത് കുവൈത്തിൽ വെച്ചാണോ, നാട്ടിൽ വെച്ചാണോ, അതല്ല ഇവിടുന്ന് നമ്മൾ വിസ എടുത്ത് സൗദി പോയിട്ട് അവിടുന്ന് സൗദി വെച്ചിട്ടാണോ, അതൊക്കെ റബ്ബിന് അള്ളാഹു തീരുമാനിച്ച കാര്യങ്ങളാണ്. എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ഈമാനോടുകൂടി മരിക്കുക എന്നുള്ളതാണ് ആ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്. ആ രൂപത്തിൽ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കണം. മരണം അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 2 ദിവസം മുമ്പ് എൻ്റെ സ്വന്തം സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരി ഒരു അപകടത്തിൽ ഒരു സ്കൂൾ ബസ് ഇടിച്ചിട്ട് അതിൽ നിന്നും സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ് ഒരു പ്രൈവറ്റ് ബസ് കയറി തൽക്ഷണം അവർ മരിച്ചു. 25 വയസ്സുള്ള അവിവാഹിതയായ, കല്യാണം കഴിക്കാൻ ഏതാനും ദിവസം, വെറും 10 ദിവസം മാത്രമേ ഉള്ളൂ. അതിൻ്റെ തലേന്നാണ് അവരുടെ കല്യാണത്തിൻ്റെ പുടവയെടുത്തത്. ഒരു മുസ്ലിം കുടുംബമാണ്. കല്യാണത്തിൻ്റെ പുടവ തലേന്ന് പോയിട്ട് എടുത്തു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇവരെ ഈ വിവാഹം കഴിക്കാൻ പോകുന്ന ഭാവി വരനുണ്ടല്ലോ, ഭാവി വരൻ കല്യാണക്കുറി അടിക്കാൻ വേണ്ടി ഒരു പ്രസ്സിൽ കല്യാണക്കുറി അടിക്കുന്നതുമായി ബന്ധപ്പെട്ട തിരക്കിൽ ആ പ്രസ്സിൽ ഇരിക്കുമ്പോഴാണ് ആ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. അങ്ങനെ ഓടിക്കതച്ച് അയാൾ ആശുപത്രിയിലെത്തിയപ്പോൾ ചേതനയേറ്റ് കിടക്കുന്ന തൻ്റെ ഭാവി വധുവിനെയാണ് കണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ വിശ്വാസപ്രകാരം അവരെ ചിതയിലേക്ക് എടുത്തു വെച്ചപ്പോൾ ഈ കല്യാണപ്പുടവയും കൂടി എടുത്തു വെച്ചു എന്നാണ്. മരണം അങ്ങനെയാണ്, പ്രവചിക്കാനാകാത്തതാണ്. രംഗബോധമില്ലാത്ത കോമാളി എന്നൊക്കെ ഓരോരുത്തർ പറയാറുണ്ടല്ലോ, അതുപോലെയാണ് അല്ലേ? അതുകൊണ്ട് സഹോദരിമാരെ, സഹോദരങ്ങളെ, ഈമാനോടുകൂടി മരിക്കാൻ നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. പ്രവാചകൻ പഠിപ്പിച്ച അദ്കാറുകൾ ജീവിതത്തിൽ വേണം അല്ലേ? നമ്മളൊക്കെ ഈ ഫ്ലാറ്റിലും മറ്റുമൊക്കെ ജീവിക്കുമ്പോൾ അപകട സാധ്യതകളൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. 50 പേര് 49-50 പേര് കത്തി അമർന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? പ്രാർത്ഥിക്കണം നമ്മുടെ റബ്ബിനോട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ തറദ്ദി വൽ ഹദമി വൽ ഗറഖി വൽ ഹറഖി വൽ ഹറം വൽ ഹറം വഅഊദു ബിക അൻ യതഖബ്ബതനി അശ്ശൈത്വാനു ഇൻദൽ മൗത്ത് വഅഊദു ബിക അൻ അമൂത ഫീ സബീലിക മുദ്ബിറ വഅഊദു ബിക അൻ അമൂത ലദീഗ. അല്ലാഹുവേ, ഞാൻ നിന്നോട് ഉയരങ്ങളിൽ നിന്ന് നിലത്തു വീണു മരിക്കുന്നതിൽ നിന്ന്, അള്ളാഹുവേ ഉയരങ്ങളിൽ നിന്ന് നിലത്തു വീണു മരിക്കുന്നതിൽ നിന്ന്, അള്ളാഹുവേ ഞാൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നതിൽ നിന്ന്, അള്ളാഹുവേ അഗ്നിബാധയേറ്റു മരിക്കുന്നതിൽ നിന്ന്, അള്ളാഹുവേ വയോവാർദ്ധക്യത്തിലെത്തി മരിച്ചു പോകുന്നതിൽ നിന്ന്, മിന തറദ്ദി വൽ ഹദമി വൽ ഗറഖി വൽ ഹറഖി വൽ ഹറം എന്നാണ്. ഹദം എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങുകളും മറ്റുമൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് അതിൻ്റെ ചോട്ടിൽ നിൽക്കവേ മരിച്ചു പോവുക, അല്ലെങ്കിൽ മരങ്ങൾ വന്ന് വീണ് മരിച്ചു പോവുക തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള ദുരന്തപൂർണമായ മരണത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. മരണത്തിൻ്റെ സമയത്ത് പിശാച് വന്ന് എന്നെ റാഞ്ചിക്കൊണ്ട് പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു പടച്ച റബ്ബേ എന്നാണ്. അല്ലാഹുവേ വഅഊദു ബിക, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. നിൻ്റെ മാർഗത്തിൽ നിന്ന് ഞാൻ പിറകോട്ട് പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വഅഊദു ബിക അൻ അമൂത ലദീഗ, വിഷജന്തുക്കൾ, പാമ്പുകൾ, തേളുകൾ പോലെയുള്ള വിഷജന്തുക്കൾ കടിച്ചു മരണപ്പെട്ടു പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. നമ്മൾ ഏതൊക്കെ ഭയപ്പെടുന്നുണ്ടോ അതിൽ നിന്നെല്ലാം രക്ഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയിലൂടെ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ജീവിതത്തിൽ പകർത്തണ്ടേ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, രാവിലത്തെയും വൈകുന്നേരത്തെയും അദ്കാറുകൾ അത് നമുക്ക് നൽകുന്ന പ്രൊട്ടക്ഷൻ, നമുക്ക് നൽകുന്ന സുരക്ഷിതത്വം
സഹോദരങ്ങൾ, പല സഹോദരങ്ങൾ പറയാറുണ്ട്, ഞൊടിയുടെ കൊണ്ട് അപകടങ്ങളൊക്കെ ഇങ്ങനെ തെറ്റിപ്പോയിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എന്താണ്, അദ്കാറുകൾ ചൊല്ലുന്നതിൻ്റെ ഗുണമായിരിക്കുമെന്ന്. വല്ലാഹു അഅലം, അത് തന്നെയായിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈർ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതം നന്നാക്കുക, ജീവിതം നന്നാക്കുക. ഏത് സമയത്ത് മരിക്കേണ്ടി വന്നാലും അമലു സ്വാലിഹാത്തുകൾ ചെയ്തുകൊണ്ടിരിക്കെ ഒരു സൃഷ്ടിയോടുപോലും ഒരു 5 പൈസയുടെ കടം വരുത്തി വെക്കാത്ത രൂപത്തിൽ മരിക്കാൻ ഭാഗ്യം ലഭിക്കുക എന്നുള്ളത്, ആ ഭാഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കണം. കടമിടപാടുകൾ ഉണ്ടെങ്കിൽ ആ കടമിടപാടുകളൊക്കെ കൃത്യമായി കൊടുത്തു വീട്ടാൻ ശ്രമിക്കണം. ആ കടമിടപാടുകൾ ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കണം. ഭാര്യയോ ഏറ്റവും അടുത്ത ആളുകളെയോ അതൊക്കെ ബോധ്യപ്പെടുത്തണം. ഞാൻ മരിച്ചാൽ എനിക്കിത്ര കിട്ടാനുണ്ട്, ഞാൻ മരിച്ചാൽ ഞാൻ ഇത്ര കൊടുക്കാനുണ്ട്, ഇതൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. ഇങ്ങനെയൊക്കെയാണ് ഒരു മുഅ്മിൻ ജീവിക്കേണ്ടത്. ഒരു മഹാകവി അദ്ദേഹം പറഞ്ഞതുപോലെ, ഇദാ അന്തലം തർഹൽ ബിസാദിൻ മിനത്തുഖാ വലാഖൈത യൗമൽ ഹശ്രി മൻ ഖദ് തസവ്വദൂ നദിംത അലാ അല്ലാ തകൂന ബിമിസ്ലിഹി എന്ന് തുടങ്ങുന്ന ചില വരികളാണത്. എന്താണത്? ഇദാ അന്തലം തർഹൽ ബിസാദിൻ മിനത്തുഖാ, തഖ്വയില്ലാതെ നീ പരലോക യാത്ര തിരിക്കുകയാണെങ്കിൽ നിനക്ക് സംഭവിക്കാൻ പോകുന്നത്, പരലോകത്ത് കൈ നിറയെ നന്മകളുമായിട്ട് കടന്നു വന്ന ആളുകളെ നിനക്ക് കാണേണ്ടി വരും. നദിംത, നീ ഖേദിച്ചു പോകും ആ സന്ദർഭത്തിൽ. അലാ അല്ലാ തകൂന ബിമിത്ലി, എനിക്കതുപോലൊന്നും ആകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ വെച്ച് ഖേദിക്കും. ആ ഖേദം യാതൊരു തരത്തിലും നമുക്കൊരു ഫലവും നൽകുന്നതല്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾ ജനിച്ച് മരിക്കുന്നതുവരെയും സുജൂദിൽ കിടന്നൊരു വ്യക്തി പരലോകത്ത് അല്ലാഹു അയാളെ കൊണ്ടുവരുന്നതാണ്. അയാളെ കൊണ്ടുവരുമ്പോൾ പരലോകത്തെ നേർക്ക് നേരെ കണ്ണുകൊണ്ട് അയാൾ കാണുമ്പോൾ, ജനിച്ചു മരിക്കുന്നത് വരെ, ജനിച്ചു പ്രായമെത്തി മരിക്കുന്നത് വരെ സുജൂദല്ലാത്തൊരു കാര്യം അയാൾ ചെയ്തിട്ടില്ല. ഹദീസിൽ അങ്ങനെയാണ് പ്രയോഗിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെയുള്ള വ്യക്തിയെ പരലോകത്ത് കൊണ്ടുവരും. പരലോകം നേരിട്ട് കാണുമ്പോൾ ഇതെല്ലാം നിസാരമായി അയാൾക്ക് ഫീൽ ചെയ്യും. താൻ ചെയ്തതൊന്നും തന്നെ എവിടെയും എത്തിയിട്ടില്ല. റുദ്ദയില ദുനിയ എന്നാണ്. ദുനിയാവിലേക്ക് മടങ്ങിയിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാൻ ആഗ്രഹിച്ചു പോകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ജീവിതം ഒന്നേ ഉള്ളൂ. ഈ സെലിബ്രിറ്റികളും ഈ ലിബറൽ ചിന്താഗതിക്കാരൊക്കെ പറയുന്നത് പോലെ അടിച്ചു പൊളിച്ച് പരമാവധി നമ്മൾ ആസ്വദിക്കുക എന്നതല്ല, പരമാവധി പരലോകത്തേക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്ക് എന്നതാണ് നമ്മുടെ പോളിസി. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, നീ ഞങ്ങൾ പുറത്തു തരയണമേ. അള്ളാഹുവെ കരുണ കാണിക്കണമേ. അള്ളാഹുവെ ആക്സിഡൻറ്റ്, അപകട മരണങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, ദാരുണമായ അന്ത്യങ്ങളിൽ നിന്ന്, ആകസ്മികമായ ദുരന്തങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ ഏവരെയും കാത്തുരക്ഷിക്കണേ റഹ്മാനെ. നാട്ടിലുള്ള ഞങ്ങളുടെ കുടുംബത്തെ നീ സംരക്ഷിക്കണേ റഹ്മാനെ. ഇവിടെയുള്ള ഞങ്ങളെ ഓരോരുത്തരെയും, അതുപോലെ അത് ബാച്ചിലറായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും നിൻ്റെ സംരക്ഷണം തരണേ റഹ്മാനെ. ഈ രാജ്യത്ത് അള്ളാഹുവെ തൗഹീദോടുകൂടി പ്രബോധനം ചെയ്യാനും ജീവിക്കാനും സുന്ദരമായ വളക്കൂറുള്ള ഈ മണ്ണ് അള്ളാഹുവെ, ഈ സാഹചര്യത്തെ ഒരിക്കലും തന്നെ ഇതിൽ നിന്ന് പുറകോട്ട് പോകാതെ നീ സംരക്ഷിക്കണേ റഹ്മാനെ. ഈ രാജ്യത്തിൻ്റെ ഈ നിയമങ്ങളെയെല്ലാം തന്നെ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദഅവത്ത് നടത്താനുള്ള ഞങ്ങളുടെ സൗകര്യങ്ങൾ നീ വിപുലപ്പെടുത്തി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ സഹോദരങ്ങൾ തൊട്ടപ്പുറത്ത് ഒരു രാജ്യത്ത് അതാ അവർ കഷ്ടപ്പെടുകയാണ്. ഫലസ്തീനികൾ, ഗസയിലെ ജനത അവർ കഷ്ടപ്പെടുകയാണ്. അവർ 600-700 ദിവസമായിട്ട് ഒരേ നിപ്പിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. നിരപരാധികളായ ജനതയാണ് റബ്ബേ അവർ. 20 ലക്ഷം ആളുകളിൽ എത്രയോ പേരെ കൊന്നു തള്ളിയിരിക്കുന്നു. 20,000-ഓളം കുഞ്ഞുങ്ങളുടെ കൈകാലുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള, ഭർത്താക്കന്മാർ മരിച്ചു പോയിട്ടുള്ള വിധവകളും മക്കളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നിരാലംബരായ മാതാപിതാക്കളും, വാപ്പമാരൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള, ഉമ്മമാർ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അനാഥരായ മക്കളും, സ്വപ്നങ്ങളും വീടുകളും സൗധങ്ങളും ഒക്കെ തകർന്നു പോയ ആ രൂപത്തിൽ ജീവിക്കുന്ന പച്ച മനുഷ്യരായ ആളുകൾക്ക് അള്ളാഹുവെ നീ സുഖം കൊടുക്കണേ റഹ്മാനെ, സന്തോഷം കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, അവർക്ക് നീ സ്വതന്ത്ര ഫലസ്തീൻ എന്ന രാജ്യം അള്ളാഹുവെ അവർക്ക് നീ സമ്മാനിക്കണേ റഹ്മാനെ. അവരുടെ ആകാശത്ത് ആ ഫലസ്തീനിൻ്റെ പതാക, എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചൊരു പതാക, ആ പതാക
വീശിക്കളിക്കുന്ന ഒരു കാഴ്ച, അത് കണ്ണുകൊണ്ട് കാണാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീഖ് തരണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതകാലത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, അവരെ ദ്രോഹിക്കുന്ന ഇസ്രയേൽ എന്ന നരാധമന്മാരെ, ഇസ്രയേൽ എന്ന കാട്ടാളന്മാരെ, ആ സയനിസ്റ്റ് ലോബികളെ അല്ലാഹു നീ തകർക്കണേ റഹ്മാനെ. അവരുടെ ആയുധശേഷിയെ, സാമ്പത്തികമായ അവരുടെ കഴിവിനെ, സാങ്കേതിക വിദ്യകളെ, സൈനിക ശേഷിയെ, അവരുടെ എല്ലാ അഹങ്കാരങ്ങളെയും മുച്ചൂടം തകർക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവരെ നീ പിടികൂടണേ റബ്ബേ, നീ നടപടി സ്വീകരിക്കണേ റഹ്മാനെ. അവർക്ക് ഈ രൂപത്തിൽ നിൻ്റെ ശിക്ഷയും നിൻ്റെ പ്രതികാരവും അതുപോലെ തന്നെ പരീക്ഷണങ്ങളും നേരിടുന്നത് അല്ലാഹുവേ ഞങ്ങളുടെ കണ്ണിൽ നീ കാണിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ അരിനാ അജായിബ ഖുദ്റതിക യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نعوذ بك من التردي والهدم والغرق والحرق والهرم، ونعوذ بك أن يتخبطنا الشيطان عند الموت، ونعوذ بك أن نموت في سبيلك مدبرا، ونعوذ بك أن نموت لديغا. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم احفظنا من بين أيدينا ومن خلفنا وعن أيماننا وعن شمائلنا ومن فوقنا ومن تحتنا يا رب العالمين. وصلى الله على نبينا محمد وعلى آله وصحابته أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.